കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ മുൻപിലുണ്ടായ ഒരു വലിയ ദുഃഖകരമായ സംഭവമായിരുന്നു കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ അപകടം. അവിടെ ബിന്ദു എന്ന് പറയുന്ന ആ അമ്മ മരണപ്പെടുന്ന ഒരു സംഭവം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. അന്ന് സർക്കാർ ആ കുടുംബത്തിന് ഒരു വാക്ക് നൽകിയിരുന്നു. ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ടാകുമെന്ന വാക്ക്. ആ കുടുംബത്തിലെ ബിന്ദുവിന്റെ മകന് ജോലി, മകളുടെ ചികിത്സ, വീട് വെച്ച് നൽകും. ഈ 3 വാഗ്ദാനങ്ങളും സർക്കാർ പാലിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒടുവിലത്തേത് ഇന്ന് സംഭവിച്ചു. മകന് ജോലി നൽകിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് ഇന്ന് ഇറങ്ങുകയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമനം നൽകിയാണ് ഉത്തരവായത്. സർക്കാർ കുടുംബത്തിന് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ബിന്ദുവിന്റെ മകന് ജോലി നൽകുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകൻ നവനീതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മരാമത്ത് വിഭാഗത്തിൽ 3rd ഗ്രേഡ് ഓവർസിയർ തസ്തികയിൽ ജോലി നൽകുന്നതിനാണ് ബോർഡിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലാവും ജോലിയിൽ പ്രവേശിക്കുക. അപകടത്തിന് പിന്നാലെ സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് 10,50,000 രൂപ നൽകിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള NSS യൂണിറ്റുകൾ വീട് നിർമ്മാണവും പൂർത്തിയാക്കി നൽകി. മകളുടെ ചികിത്സയും സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു. അതിനൊപ്പം ജോലി കൂടി നൽകി കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് സർക്കാരെന്നും മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.